സീസൺ 7 മലയാളം. ഇപ്പോൾ ഞാൻ ലൈവ് അപ്ഡേറ്റ് കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇനി വലിയ പണികളുടെ സമയം. സത്യമായിട്ട് അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ. കേട്ടോളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിലിരിക്കുന്ന ബൗൾ എടുത്ത് ലിവിങ് റൂമിൽ കൊണ്ടുവയ്ക്കാൻ. ലിവിങ് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 5 വൈൽഡ് കാർഡ് എൻട്രീസിനോട് പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ട് വന്ന് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ഇവരോട് ആ ബൗളിനകത്ത് നിന്ന് ഒരു ചിട്ട് എടുക്കാൻ പറയുന്നു. അങ്ങനെ ഒരു ചീട്ടെടുക്കുന്നു, അത് വായിക്കാൻ പറയുന്നു. ആ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഒരു വ്യക്തിക്ക് ഈ സീസണിൽ ഉടനീളം ക്യാപ്റ്റൻസി സ്ഥാനത്തിനായി മത്സരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ഈ 5 പേരും കൂടി ചേർന്നിട്ട് ഡിസ്കസ് ചെയ്ത് ആൻസർ പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച പേരാണ് അക്ബർ. റീസണും ചോദിച്ചിട്ടുണ്ട്. റീസൺ അവർ പറഞ്ഞത് ഗ്രൂപ്പിസത്തിൻ്റെ തലവനാണ് അക്ബർ. അതുമാത്രമല്ല, എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളെ സേഫാക്കി നിർത്തും. അതുപോലെ തന്നെയാണ് വീട്ടുകാര്യം, അതായത് അവിടുത്തെ വീട്ടുജോലികളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരുടെ ആൾക്കാരെ സേഫാക്കി നിർത്തുന്ന ഒരു പ്രവണതയും അക്ബറിനുണ്ട്. പിന്നെ പറഞ്ഞത് കണ്ണിങ്ങുമാണ്, ക്രൂക്കഡുമാണ്. പിന്നെ പറയുന്നത് ആശയവിനിമയ വ്യത്യാസമുണ്ടെങ്കിലും അത് പേഴ്സണലായിട്ട് എടുക്കരുത് എന്ന് ഒരു വാചകം വന്നിട്ടുണ്ടായിരുന്നു ഈ വൈൽഡ് എൻട്രീസിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോമഡിയായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അക്ബർ ബിഗ് ബോസിനോടായിട്ട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകാൻ പറ്റുമോ? അപ്പോൾ മസ്താനി പറയുന്നൊരു തഗ് മറുപടിയാണ്, PR വിചാരിച്ചാൽ പറ്റുമായിരിക്കും. എങ്ങനെയുണ്ട്? അതായിരുന്നു ഒരു കോമഡിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.